സ്റ്റാർ ജാമിൽ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ എം സോ ഹാപ്പി, ഐ എം പ്രൗഡ്. കാരണം മലയാള സിനിമയ്ക്ക് പുതിയ നിറങ്ങൾ കൊടുത്ത ഒരു സിനിമയുടെ സംവിധായകന്റെ കൂടെയാണ് ഇന്ന് ഞാൻ സീറ്റ് ഷെയർ ചെയ്യാൻ പോണേ. ഹായ്, ദിസ് ഇസ് ശ്യാം പ്രസാദ് ഓൺ ക്ലബ് FM സ്റ്റാർ ജാം, ദ മേക്കർ ഓഫ് ദി മൂവി ആർട്ടിസ്റ്റ്. വെൽക്കം ടു മൈ ഷോ സർ. താങ്ക് യു സോ മച്ച് ഷാൻ. ഇപ്പോൾ എന്ത് തോന്നുന്നു? വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ. വളരെ അധികം റെസ്പോൺസസ് നേരിട്ടും ഫോണിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് പീപ്പിൾ ഹാവ് റിയലി ലൈക്ഡ് ഇറ്റ്. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫേസ്ബുക്ക് ഇസ് ഫ്ലഡഡ് വിത്ത് മെസ്സേജസ്. ഒരു സിനിമയെക്കുറിച്ചും ഒരു ആക്ടറിനെ കുറിച്ചും ഇതുവരെ പറയാത്ത പോലെ ആൾക്കാർ മെസ്സേജ് ടൈപ്പ് ചെയ്യുക, ലേമാൻ പോലും റിവ്യൂ ടൈപ്പ് ചെയ്യുക, കണ്ട ഓരോരുത്തരും എസ്സേ എഴുതുക. ഐ മീൻ ഞാൻ പേഴ്സണലി അത്ഭുതപ്പെട്ടു ഇങ്ങനെ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ. മലയാളിയുടെ സിനിമ കാണുന്ന ആസ്വാദന രീതി കംപ്ലീറ്റ്ലി മാറിയോ? എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും ഇന്റർനെറ്റ് ഒക്കെ ഉപയോഗിക്കുന്നൊരു ജനറേഷൻ, ആ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ആംബിഷൻസ്, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ്, അതിനെയൊക്കെ ടച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. ദാറ്റ്സ് വൈ ഐ തിങ്ക് ദേ മൂവ് ഓൺ ടു ആക്ച്വലി റൈറ്റ് അബൌട്ട് ഇറ്റ്. ആസ് യു സെഡ്, ലോങ് റിവ്യൂസ് വിച്ച് ഇസ് ഗ്രേറ്റ്. ആൻഡ് പിന്നെ സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറെ പെർഫോമൻസ് പാക്കേജ് അതിനകത്തുണ്ട്. സ്റ്റോറിയുടെ ട്വിസ്റ്റുകൾ, മ്യൂസിക്, ഇതെല്ലാം അവർ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഡിഫൈൻ യുവർ സെൽഫ്. എന്താണ് ഒരു യങ്സ്റ്റർ? വാട്ട് യു തിങ്ക്? ഭയങ്കര കൺഫ്യൂസ്ഡ് ആണോ? ശ്യാം പ്രസാദ് സിനിമയിൽ എല്ലാം യങ്സ്റ്റേഴ്സും കൺഫ്യൂസ്ഡ് ആണ്. അയാൾക്ക് അറിയില്ല അയാളുടെ ജീവിതം എന്താണെന്നുള്ളത്. ഇസ് ദാറ്റ് ട്രൂ? പുറം തലത്തിലുള്ള ഒരു അടിപൊളി എന്നുള്ള അവസ്ഥ കഴിഞ്ഞാലേ അതിനകത്ത് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള യങ് പീപ്പിളെ എനിക്ക് പരിചയമുള്ളത്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം കൺഫ്യൂസ്ഡ് ആണെന്നുള്ളൊരു വാദമുണ്ട്. അങ്ങനെയാണോ തോന്നുന്നത്? കൺഫ്യൂസ്ഡ് എന്നുള്ള വാക്ക് മാത്രമല്ല ഞാൻ ഉപയോഗിക്കുക. ബട്ട് ദർ ഇസ് ഡെഫിനറ്റ്ലി ഒരു തരം ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ യുവത്വം നിൽക്കുന്നത്. കാരണം പഴയ തലമുറയുടെ വാല്യൂ സിസ്റ്റംസും ട്രഡീഷൻസും ഒരു ഭാഗത്ത്, പുതിയ ഒരു ലോകം ഇന്റർനെറ്റിലൂടെയും ടെലിവിഷനിലൂടെയൊക്കെ ഒരു മനസ്സിലാക്കുന്ന ലോകം തൊട്ട് മുമ്പിൽ. സോ ദേ ആർ ഓൾസോ സ്റ്റക്ക്. പഴയ ഫാമിലി സിസ്റ്റത്തിൽ ഒരു മാറിയിട്ടില്ല, പക്ഷേ എന്നാൽ ഒരു ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിന്റെ ഒരു സാധ്യത അവർക്ക് തൊട്ട് മുമ്പിലുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് എ വേർഡ്, ഇൻഡിപെൻഡന്റ് തിങ്കിങ്. അങ്ങനെ ഒരു വാക്കിൽ അധിഷ്ഠിതമാണ് ഇന്നത്തെ ഷോ. ഇന്ന് ഒരുപാട് ഇൻഡിപെൻഡന്റ് തിങ്കിങ്ങിന് പിന്നെ വകവയ്ക്കുന്ന, വളം വെക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ സാറിന് ചോദിക്കുക. എന്റെ കൂടെ ഉള്ളത് ഇൻഫാക്ട് ഒരു ഇൻഡിപെൻഡന്റ് തിങ്കർ ആണ്. ഹിസ് നെയിം ഇസ് ശ്യാം പ്രസാദ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് ദി ഷോ. സ്റ്റാർ ജാം ടാൻ കണക്കിന് ഫൺ. Well, AK-47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ഡയറക്ടർ ശ്യാം പ്രസാദ്. സർ, യു ആർ അണ്ടർ ഫയർ. Thank you. Go ahead. AK-47. Are you ready, sir? Yeah, of course. AK-47. Define art. It's a self-expression. Define artist. One who is finding happiness in self-expression. ആത്മപ്രകാശനത്തിൽ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യൻ ആർട്ടിസ്റ്റാണ്. Define modern art. ആൾക്കാർ ചിരിച്ചുകൊണ്ട് പറയുന്ന, അല്ല, അത് ഒരു ചീത്തപ്പേര് ഒരുപാട് കള്ളനാണയങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ ആർട്ട് സിനിമ എന്നുള്ള പോലെ തന്നെ കുറെ കള്ളനാണയങ്ങൾ ഉണ്ടാക്കിയതാണ്. മോഡേൺ ആർട്ട് എന്നുള്ള എല്ലാ ഇതിലും മോഡേൺ എന്നുള്ള സങ്കല്പമുണ്ട്. എന്ന് വെച്ചാൽ കൺവെൻഷണൽ ആയിട്ടുള്ള, ട്രഡീഷണൽ ആയിട്ടുള്ള മോഡ്സ് ഓഫ് ആർട്ടിൽ നിന്നും വിഭിന്നമായിട്ട് കലാകാരന് ചില കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ വരയ്ക്കണം എന്ന് വന്നപ്പോഴാണ് മോഡേൺ ആർട്ട് ഉണ്ടാവുന്നത്. മോഡേൺ ആയിട്ടുള്ള ഒരു സെൻസിബിലിറ്റി, അതൊരിക്കലും അതിൽ ഒരു പരിഹാസ്യമായ ഒന്നുമില്ല. പക്ഷെ അതൊരു ഫോർമുലയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പലരും അതിൽ തട്ടിപ്പടത്തി, അത്രയേ ഉള്ളൂ. നിറങ്ങൾ വാരി ക്യാൻവാസിൽ എറിഞ്ഞാൽ മോഡേൺ ആർട്ട് ആവും. ഇതിനൊക്കെ നമുക്ക് ലളിതവൽക്കരിച്ച് കാണാം. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ കലയുടെ പ്രസന്റേഷൻ ആൻഡ് റെപ്രസെന്റേഷൻ, കലയുടെ ആക്ടിവിറ്റി എല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. ചിലപ്പോൾ ആക്സിഡന്റൽ ആയിട്ടുള്ള ചില ഫോംസ് തന്നെ. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് വാട്ട് ഗിവ്സ് യു ദാറ്റ് എസ്തെറ്റിക് എൻജോയ്മെന്റ്. ചിലപ്പോൾ ഒരു ഫോർമേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്സിഡന്റൽ ഫോർമേഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ബിനാലേക്ക് തന്നെ ഒരുപാട് ഇൻസ്റ്റലേഷൻ എന്നുള്ള വിഭാഗം കണ്ടു. ഒരു വലിയ മുറിയിൽ ഒരു ചെറിയ കുപ്പി മാത്രമായിരിക്കും വെച്ചിട്ടുണ്ടാവുക, ഒരു ജനലുണ്ടാവും, ഒരു ബെഞ്ച് അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടാവും. ഇത് ആർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്. ഈ ഐഡിയയിൽ അത് പ്ലേസ് ചെയ്തിട്ട് അത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് തരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവിങ് യു സം ആർട്ടിസ്റ്റിക് എക്സ്പീരിയൻസ്. സോ ആ വാല്യൂ ആർട്ടിൽ നിന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. ആർട്ട്, പ്രത്യേകിച്ച് ഫൈൻ ആർട്സ്, പെയിന്റിങ്ങും സ്കൾപ്ചറും ഇൻസ്റ്റലേഷനും ഒക്കെ ഒരു ജനറേഷൻ മുമ്പിലാണ് പോകുന്നത്. നമ്മുടെ അടുത്ത ജനറേഷൻ ആയിരിക്കും അത് അറിയുന്നത് ഇതിന്റെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത്. Views of a great director. He is Shyam Prasad with us on Club FM Star Jam. Ton കണക്കിന് fun. Hi, this is Shyam Prasad on Club FM Star Jam. Shyam Prasadന്റെ പുതിയ ഹീറോയിനാണ് ആൻ അഗസ്റ്റിൻ. So what do you have to say about her? Very natural actor. She was like എന്താ പറയാ, വളരെ ഓപ്പൺ ബൗൾ പോലെയായിരുന്നു, which you can pour anything into and then it comes out as a beautiful thing. She has done a wonderful job. She put her heart and mind into it. ഒരുപാട് നമ്മളിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സിനിമയുടെ മേക്കിങ്ങിൽ പറഞ്ഞ പോലെ ആ കുട്ടിയുടെ നിഷ്കളങ്കതയൊക്കെ തോന്നുമെങ്കിലും she was very argumentative on the set. We had a lot of discussion on each element because she wanted to believe that if she is Gayatri, what will happen? അപ്പോൾ ഓരോ മൊമെന്റിലും അവളുടെ ലോജിക്കിനും നിരക്കാത്ത കാര്യങ്ങൾ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ക്രിയേറ്റീവ് പ്രോസസ്. ഞാൻ കേട്ടിട്ടുണ്ട് ചില സംവിധായകരുടെ അടുത്ത് ചില യുവ നടന്മാരോ നടിമാരോ ആർഗ്യുമെന്റേറ്റീവ് ആയാൽ തിരിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു വിപത്തിലേക്കാണ് നയിക്കുക എന്നുള്ളത്. ശ്യാം പ്രസാദ് എങ്ങനെയാണ്? Not at all. I welcome an interactive team. I may be the only one who gives complete script to everybody, including the lighting man, so that everyone knows what you are going to do.
അത്യാവശ്യമല്ലേ? ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ പല മറ്റ് സെറ്റുകളിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പലർക്കും ഒന്നും അറിയില്ല എന്താ നടക്കുന്നത്, ഇത് ഏത് സീൻ എവിടെ വരുന്നതാണ്, ഇത് എങ്ങനെയാണത്. ഇൻഫാക്ട് മലയാളത്തിലെ മോസ്റ്റ് പ്രോമിനന്റ് ഡയറക്ടേഴ്സിന്റെ പിന്നെ സെറ്റിൽ പോലും അങ്ങനെയാണ് കേട്ടിട്ടുണ്ട്. വിച്ച് ഇസ് ഐ തിങ്ക് സാഡ്. കാരണം ഇതിനകത്തുള്ള ഹ്യൂമൻ എലമെന്റ് അല്ലേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്. സോ ഇഫ് വി ആർ ഓൾ ഓൺ ദ സെയിം പേജ്, ഐ തിങ്ക് ദ എഫർട്ട് വിൽ ബി മച്ച് മോർ ബ്യൂട്ടിഫുൾ. Right, sir. Club FM Star Jam with Shyam Prasad and Shan. Ton കണക്കിന് fun. മലയാള സിനിമയുടെ ക്യാൻവാസിൽ പെയിന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ഡയറക്ടർ ശ്യാം പ്രസാദ് is here with us on Star Jam. Sir, how is Fahad Fasil? Fahad Fasil is a very talented, intelligent actor. സാത്വിക അഭിനയം എന്ന് പറയും. അഭിനയത്തിന് 3-4 തലങ്ങൾ നാട്യശാസ്ത്രത്തിൽ ചെയ്തിട്ടുണ്ട്. സാത്വിക അഭിനയം, വാചിക അഭിനയം, ആഹാര്യ അഭിനയം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഇത് ഒന്ന് വേഷം കൊണ്ട് അഭിനയിക്കുന്നതാണ്, വേറൊന്ന് വെറും ആംഗികമായിട്ടുള്ള അഭിനയമാണ്, വേറൊന്ന് വാചികമായിട്ടുള്ളതാണ്, മറ്റേതാണ് ഏറ്റവും ഉയർന്ന തലമാണ് സാത്വികം. എന്ന് വെച്ചാൽ അത് സ്വത്വത്തിൽ നിന്ന് വരുന്നത്, സോളിൽ നിന്ന് വരുന്നതാണ്. സോളിൽ നിന്ന് വരുന്നത് നമുക്ക് കണ്ണിൽ കണ്ടറിയാം. അത് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ഉള്ള ഒരു ആക്ടറാണ് ഫഹദ് ഫാസിൽ. Fantastic. Is the industry really running behind Fahad Fasil? I don't know. Yeah, maybe yes. പക്ഷേ it is always running behind some stars. In that level, yes. അതൊരു നല്ല പേസ് ആണോ, നല്ലൊരു ശീലമാണോ? He is a good actor and he deserves good projects. തീർച്ചയായും സംവിധായകരെ നല്ല കഥകളുമായിട്ട് ഒക്കെ അയാളെ സമീപിക്കട്ടെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു താരങ്ങളുടെ സെന്റേർഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബിൽറ്റ് ഇൻ ഡെഫിഷ്യൻസി ഉണ്ട്. ആ ഡെഫിഷ്യൻസി ഫേസ് ചെയ്യുന്നുണ്ടോ ഫഹദ് ഫാസിൽ? തീർച്ചയായും ഉണ്ട്. കാരണം താരത്തിനെ കൊണ്ട് അത് ഒരേ സാധനം ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും ഇതിലുണ്ടാവും. കാരണം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ ന്യൂ ജനറേഷൻ്റെ പല എലിമെന്റ്സും റിപ്പീറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ വരും. വെരി ട്രൂ. സോ ദാറ്റ് ഈസ് എ ഡേഞ്ചർ. ആർട്ടിസ്റ്റ് ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു ചിത്രത്തിന് ശേഷം ഫഹദ് ഫാസിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ പബ്ലിക്കിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യുന്ന ഒരു ട്വീറ്റ് ഇട്ടു. വാട്ട് ഡു യു തിങ്ക്? ഒരു ആക്ടർ അപ്പോളജറ്റിക് ആവണോ? ഒരു ആക്ടർ രണ്ട് കാര്യമുണ്ട്. ഒരു സിനിമയുടെ ജയപരാജയങ്ങളിൽ ഒരു നടന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് പൂർണ്ണമായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നതിൽ നന്മതിന്മകൾ ഉണ്ടാവുന്നതിൽ. അറ്റ് ദ സെയിം ടൈം ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂല് ഒരു സിനിമയിലെ താരം ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഒരു ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂല് ഡയറക്ടറിന് എന്താ പറയാൻ പറ്റുക? ഡയറക്ടർക്ക് അത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഡയറക്ടർക്ക് അയാളുടേതായിട്ടുള്ള വാദമുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയട്ടെ, എന്തുകൊണ്ടാണത് മോശമായ എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം പ്രേക്ഷകരിൽ നിന്ന് വരികയാണെങ്കിൽ അയാൾ പറയാൻ ബാധ്യസ്ഥരാണെങ്കിൽ തീർച്ചയായും പറയാവുന്നല്ലേ ഉള്ളൂ. Who should take the blame? ഒരു മൂവി നല്ലതാണെങ്കിലും ആർക്ക് ക്രെഡിറ്റ്? I think a primary blame should go to the director because അയാളാണ് ഇതിനകത്തെ ഘടകങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. കമേഴ്ഷ്യലായിട്ട് അത് വിജയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന മറ്റ് പല ഘടകങ്ങളും ചേർന്നാണ്. പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, തിയേറ്റർ ഓണർ, പബ്ലിസിസ്റ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ്. താങ്ക് യു വെരി മച്ച്. ഇത് ക്ലബ് FM സ്റ്റാർ ജാം വിത്ത് ശ്യാം പ്രസാദ് ആൻഡ് ഷാൻ. ടൺ കണക്കിന് ഫൺ. നിറങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സിനിമയുമായിട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള മൂവിയുടെ ഡയറക്ടർ എൻ്റെ കൂടെ ഉണ്ട്, ഡയറക്ടർ ശ്യാം പ്രസാദ്. വെൽക്കം ബാക്ക് ടു മൈ ഷോ സർ. താങ്ക് യു വെരി മച്ച്. മലയാളികളുടെ മനസ്സിൽ നിറങ്ങൾ നിറച്ചുകൊണ്ട് ഓണം വീണ്ടും വരാണ്. 2013 ഓണം സത്യത്തിൽ പിന്നെ ഈ ഓണത്തിന് നിറമുണ്ടോ? ആർട്ടിസ്റ്റിന്റെ അത്രയും ഭംഗിയുണ്ടോ? ആർട്ടിസ്റ്റിന്റെ അത്രയും ഭംഗിയില്ല. കാരണം കൂടുതൽ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഓണങ്ങളാണ് ഇനി നമുക്ക് മുമ്പിൽ നടക്കാൻ പോകുന്നത്, അരങ്ങേറാൻ പോകുന്നത്. എല്ലാത്തിനെയും ഒരു കച്ചവടപ്പെട്ടിട്ടുള്ള ഒരു ഓണം, ഒരു സമൂഹം, ഒരു ഓണം. ആർട്ടിസ്റ്റ് തീർച്ചയായും കുറച്ചുകൂടി സത്യസന്ധതയും ആത്മാർത്ഥതയുള്ള ഒരു ക്രിയേഷനാണ്. മാവേലിയെ കടകൾക്ക് മുന്നിൽ നിർത്തുന്ന സംവിധാനത്തെ കുറിച്ച് ഒരു സംവിധായകൻ എന്താ പറയാനുള്ളത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് യൂറോപ്പിൽ പോവുകയാണെങ്കിൽ സാന്താക്ലോസ് ക്രിസ്മസ് ടൈമിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. യു കാൻ ഹെൽപ്പ് ഇറ്റ്. അത് കാരണം ഒരു ഐക്കൺ, ഒരു സമൂഹം അവരുടെ കമേഴ്സിന്റെ പ്രൊജക്ഷന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഇന്ന് മഹാബലി വഹിച്ചിരുന്നെങ്കിൽ സ്റ്റേറ്റ് വിൽ സീ എ ഡിഫറൻസ്. അങ്ങനെ ഉണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല അത്. കാരണം ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഒരു മഹാബലി മാത്രം ഒറ്റയ്ക്ക് നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മഹാബലിയുടെ റൂൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റോൾ പ്ലേ മിസ് ചെയ്യുന്നുണ്ടോ ഇവിടെ? മഹാബലി എന്നുള്ള സങ്കല്പം തീർച്ചയായും നല്ലതാണ്. സത്യത്തെയും നേർമയെയും ഒക്കെ മുൻനിർത്തുന്ന ഒരു ബിംബമാണ്. ഒരു കിങ്ഡം ആണോ മിനിസ്ട്രി ആണോ നല്ലത്? ഇഫ് ദ കിങ് ഈസ് ഗുഡ്, ഡെഫിനറ്റ്ലി എ കിങ് ഈസ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എ കിങ് മസ്റ്റ് ബി ഗുഡ്. യു ക്യാൻ ഹാവ് എൻ ഈദി അമീൻ ഓർ യു ക്യാൻ ഹാവ് someone like ശ്രീരാമ. ഓണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം എന്നുള്ള വാക്കാണ്. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഐ ഡോണ്ട് നോ. ഇത്തരത്തിലുള്ള ലേബലുകളെ കൊട്ടിച്ചുകൊണ്ടാണ് ഓരോ പ്രോഡക്റ്റ് ഇറങ്ങുന്നത്. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ടെലിവിഷനിൽ വരുന്ന എല്ലാ ചിത്രങ്ങളും ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളാണ്. ഒരാഴ്ച പോലും തിയേറ്ററിൽ ഓടാത്തതും ഒക്കെ ബ്ലോക്ക് ബസ്റ്ററാണ്. ആരും കേട്ടില്ലാത്ത സിനിമകളും ബ്ലോക്ക് ബസ്റ്ററാണ്. സോ ഇതൊക്കെ ഓരോ തട്ടിപ്പിന്റെ. ഓണം ഇന്റർവ്യൂസിന് സ്ഥിരമായിട്ട് കേൾക്കുന്ന രണ്ട് ക്ലീഷേസ്. ഈ ഓണത്തിന്റെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ക്ലീഷേ കേരളീയതയുടെ ഒരു കാര്യങ്ങൾ അതൊരു മടുപ്പിക്കുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട്. ചലച്ചിത്ര താരങ്ങളെ കൊണ്ട് പൂക്കൾ ഇടിക്കുക, അവരെ കൊണ്ട് സദ്യ ഉണ്ടാക്കിക്കുക. എന്തുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്? കുറച്ച് കാര്യങ്ങൾ ഒരു വിഭവ ദാരിദ്ര്യം മാധ്യമത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആവശ്യത്തിനോ അനാവശ്യത്തിനുള്ള സെൻസേഷണൽ സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെ. ഇത് ചെറിയൊരു സംസ്ഥാനമാണ്, അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഓണം പോലെ പെരുമാറാന്നുള്ളത്. Well, that's Shyam Prasad with me on Club FM Star Jam. Hi, this is Shyam Prasad on Club FM Star Jam.
ഞാൻ ഇനി 2 വാക്കുകൾ പറയാം, വ്യത്യാസം പറയുക. ഒരു ആക്ടറും ആർട്ടിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളുടെ ഇൻഡസ്ട്രിയിലാണ് ആക്ടറെയാണ് ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്നത്, വിച്ച് ഐ തിങ്ക് ഈസ് റോങ് പേഴ്സണലി. ബിക്കോസ് ഐ തിങ്ക് ഈസ് ആൻ ആക്ടർ, അത് അയാളെ ആക്ടറാണെന്ന് വിളിക്കേണ്ടത്. സാധാരണ അതെ അങ്ങനെ വിളിക്കാറുള്ളത് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ്. കാരണം വിച്ച് ഇൻവേഴ്സ്ലി മീൻസ് ബാക്കിയുള്ളവരെല്ലാം ടെക്നീഷ്യൻസ് ആണെന്നുള്ളത്, ഡയറക്ടർ ടെക്നീഷ്യൻ ആണ്, വിച്ച് ഇസ് റോങ്. വി ആർ ദ ആർട്ടിസ്റ്റ്. ദ വൺ ബിഹൈൻഡ് ദ ക്യാമറ ആർ ദ ആർട്ടിസ്റ്റ്, ദ വൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആർ ആക്ടേഴ്സ്. ഈ ഒരു ബോധം ശരിക്ക് ഇൻഡസ്ട്രിയിൽ വന്നിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവരെ എന്തോ ഒരു വലിയ കലാകാരന്മാരായിട്ടും പ്രത്യേക അപൂർവ സിദ്ധിയുള്ള ആൾക്കാരെ മാത്രം കാണുകയാണ്. വാസ്തവത്തിൽ ക്യാമറയിൽ പിന്നിൽ നിൽക്കുന്നവരാണ് ആർട്ടിസ്റ്റുകളാവേണ്ടത്. ട്രൂ. അപ്പോൾ ഒരു ആക്ടറും ആർട്ടിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒരു ബന്ധമില്ല. നമ്മുടെ ഇവിടെ ഒരു തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആർട്ടിസ്റ്റ് എന്നുള്ളത്. ഒരു ഛായാചിത്രവും ഒരു ചലച്ചിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൂവ്മെന്റ് ബേസിക്കലി കലയുടെ ഏറ്റവും അടിസ്ഥാന 2 ഘടകങ്ങളാണ് ടൈം ആൻഡ് സ്പേസ്. ചിത്രകല എന്നുള്ളത് സ്പേസിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. സിനിമ ഈസ് സ്കൾപ്റ്റിംഗ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഈ ടൈമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം സാർ. സിനിമ ആർട്ട് മൂവി ആവുന്നത് സിനിമയുടെ സ്പീഡ് കുറയുമ്പോഴാണ് എന്നാണ് ജനം വിശ്വസിക്കുന്നത്. വാട്ട്സ് യുവർ ഡെഫിനിഷൻ ഫോർ ദാറ്റ് ആൻഡ് ഹൗ ഡു യു ടേക്ക് ഇറ്റ്? നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഒരു ഡെഫിനിഷൻ, റോങ് ഡെഫിനിഷനാണത്. നേരത്തെ ആർട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ള കള്ളനാണയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണത്. സിനിമ പ്രധാനമായും ആർട്ടാണ്. ദി അതർ സൈഡ് ഈസ് സിനിമ പ്രധാനമായ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. പിന്നെ ഒരു കാര്യം എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, ഇന്നത്തെ നമ്മളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ സിനിമയെ പറ്റി സംസാരിക്കുന്ന ഒരു ക്ലീഷേ ക്രിറ്റിസിസമാണ് ഈ ലാഗ്. കാരണം ഇന്ന് തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകരിലെ ഒരു 10% ചെറുപ്പക്കാരാണ്. അവർ വളരെ ഇംപേഷ്യന്റ് ആണ്. ദേ ആർ സോ റെസ്റ്റ്ലെസ്. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കണം. അവരുടെ കണ്ണുകളെ എപ്പോഴും എന്തെങ്കിലും ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരെ രസിപ്പിച്ചുകൊണ്ടിരിക്കണം. വിച്ച് ഈസ് എന്താ പറയുക, സമൂഹത്തിന് മൊത്തമുള്ള ഒരു ന്യൂറോസിന്റെ റിഫ്ലക്ഷൻ ആണ് അത് കാണുന്നത്. അങ്ങനെ വേണ്ട. തീർച്ചയായും അങ്ങനെ പാടില്ലല്ലോ. ആക്ച്വലി വി നീഡ് ടു സ്ലോ ഡൗൺ അറ്റ് ടൈംസ്. വി നീഡ് ടു ബി കോൺടെംപ്ലേറ്റീവ് വെൻ റിക്വയർഡ്. നമ്മൾ വെറും ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് മാത്രമല്ലോ കേൾക്കുന്നത്. വി ഓൾസോ ലിസൺ ടു സ്ലോ സോങ്സ്. ഇന്നത്തെ പീപ്പിൾ ദേ ആർ റണ്ണിംഗ് ടു ഫാസ്റ്റ് എന്നാണ് സർക്ക് തോന്നുന്നത്. ഐ തിങ്ക് ദേ ആർ ടു റെസ്റ്റ്ലെസ്, ടു ഇംപേഷ്യന്റ്. ഇറ്റ്സ് എ ന്യൂറോസിസ്. Great words from a great director. He is Shyam Prasad with us on Club FM. Star Jam. Done. കണക്കിന് ഫൺ. 10 കണക്കിന് ഫൺ എന്നുള്ള റൗണ്ടാണ്. I have 10 questions with me, sir. Are you ready? Yeah. Director Shyam Prasad. Hi, sir. Hello. Welcome back to my show, sir. Yes, thank you. എല്ലാ ആർട്ടിസ്റ്റും വട്ടനാണ്, എല്ലാ ആർട്ടിസ്റ്റിനും ഭ്രാന്തുണ്ട്. ട്രൂ ഓർ ഫാൾസ്? ഇത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള ഒരു ലഘു വിശേഷം നിൽക്കില്ല. ബട്ട് ഐ തിങ്ക് ഫാൾസ്. വട്ട എന്നുള്ളത് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ചിരിക്കും. കാരണം എല്ലാ മനുഷ്യരിലും വട്ടിൻ്റെ ഒരു ഘടകം ഉണ്ടെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആർട്സിൽ എല്ലാവരും വട്ടന്മാരാണ്. ഫഹദ് ഫാസിൽ is too much exposed but not properly explored. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സഫീഷ്യൻ്റ്ലി അയാൾ എക്സ്പ്ലോർഡ് ആണ്. പക്ഷേ അയാൾക്ക് ഇനിയും മുമ്പോട്ട് പോകണം. ഞാനെപ്പോഴും ഫഹദിനോട് പറയാറുള്ളത്, ബി വെരി കെയർഫുൾ ഇൻ ഡൂയിങ്, ബിക്കോസ് ക്രാമിങ് അപ്പ് പ്രോജക്ട്സ് ഈസ് നോട്ട് എവറിഥിങ്. ഇനിയുള്ള കാലം എനിക്ക് തോന്നുന്നു വെസ്റ്റേണിലെ നല്ല ആക്ടേഴ്സിന് എടുക്കുകയാണെങ്കിൽ ദേ ഡോണ്ട് ഡു മോർ ദാൻ 1 or 2 projects. പക്ഷേ അതിനൊരു വാല്യൂ കൂട്ടട്ടെ. നമ്മളുടെ സുപ്രധാനങ്ങളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. വൈ ഷുഡ് ദേ ഡു മോർ ദാൻ 2 or 3? ലെറ്റ് ദ ക്വാളിറ്റി ബി ഇംപ്രൂവ്ഡ്. കഴിഞ്ഞ ദിവസം ഒരു ആക്ടർ പൊളിറ്റീഷ്യനായി, രാജ്യസഭയിലെ MP ആയി. ആക്ടേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി can also be good politicians. I don't know if they can be good politicians. There is no harm in that. പക്ഷേ നല്ല പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളത് ഉത്തരവാദിത്തമുള്ള പൊളിറ്റീഷ്യൻ ആവുക എന്നുള്ളതിനർത്ഥം. Can an artist be a good politician? വെരി ഡിഫിക്കൽട്ട്. കാരണം പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് തന്നെ, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ എന്താ, പാർട്ടി പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥമല്ലേ ഉദ്ദേശിക്കുന്നത്. പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്താലും അത് ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരെന്ത് ചെയ്താലും അവർ തന്നെ ശരിയാണ്. സോ എ ട്രൂ ആർട്ടിസ്റ്റ് ഈസ് സംബഡി ഹൂ ആക്ച്വലി എന്താ പറയുക, ഡൗട്ട്സ് എവറിഥിങ്. എല്ലാത്തിനെയും സംശയത്തോടുകൂടി കാണുന്ന ആളാണ് യഥാർത്ഥത്തിൽ കലാകാരൻ. അപ്പം അങ്ങനെയുള്ള ആൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള വെറും ഒരു പക്ഷപാതം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന തലകുലുക്കലുകൾക്ക് വിധേയനാവാൻ പറ്റില്ല. നല്ല ആക്ടേഴ്സിൽ നല്ല പൊളിറ്റീഷ്യൻസ് ഉണ്ടാകാം എന്ന് പറഞ്ഞു. നല്ല പൊളിറ്റീഷ്യൻസിനകത്ത് നല്ല ആക്ടേഴ്സ് ഉണ്ടോ? തീർച്ചയായും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിൽ കുറേ കോമൺ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ലീഡർഷിപ്പ് ഫോർ എക്സാമ്പിൾ, കരിസ്മ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, ക്വിക്ക് തിങ്കിങ്, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും ഒരു സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ ഒരു നടനാക്കി മാറ്റിയെടുക്കാം. റൗണ്ട് ചെയ്യുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻ ഷുഡ് ബി എ ഗുഡ് ആക്ടർ. അതങ്ങ് റൗണ്ട് ചെയ്യില്ല. പൊളിറ്റീഷ്യൻ ഷുഡ് നോട്ട് ബി ആൻ ആക്ടർ. That's Shyam Prasad with me on Star Jam with some intelligent answers. Thank you very much. Thank you very much. 10 കണക്കിന് ഫൺ. മലയാള സിനിമയ്ക്ക് പുതിയ നിറങ്ങൾ തന്നിട്ടുള്ള ഒരു സംവിധായകനെ ഞാൻ ഒരു മുറിക്കുള്ളിലിട്ട് പൂട്ടാൻ പോവാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. Okay. Are you ready? Yes. What else can I do? ഈ മുറിയുടെ പേരാണ് Star Jam. ശ്യാം പ്രസാദ് ഒരു സിനിമ എടുക്കുമ്പോൾ, ആർട്ടിസ്റ്റ് പോലൊരു സിനിമ എടുക്കുന്നു, യു ആർ ഹാപ്പി, ദ പബ്ലിക് ഇസ് ഹാപ്പി, പക്ഷേ ഇസ് ദ പ്രൊഡ്യൂസർ ഹാപ്പി? വി ഹാവ് ടു സീ. പറയാറായിട്ടില്ല. ഐ തിങ്ക് ഹി വിൽ ബി ഹാപ്പി ബിക്കോസ് വലിയ ചിലവൊന്നും ഇല്ലാത്തതാണ്. ഇന്നത്തെ ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ സാറ്റലൈറ്റ് പൈസയ്ക്കകത്ത് തീർന്നിട്ടുള്ള സിനിമയാണ്. സോ ദർ ഇസ് നോ നീഡ് ഫോർ ഹിം ടു ബി അൺഹാപ്പി. വിൽ ഹി ബി മോർ ഹാപ്പി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ശ്യാം പ്രസാദിനെ പോലെ ഒരു ഡയറക്ടർ, ആർ യു വറീഡ് അബൌട്ട് ദ കമേഴ്ഷ്യൽ
ബെനിഫിഷ്യൽ ഫാക്ടർ ഓഫ് എ മൂവി? ആബ്സല്യൂട്ട്ലി, തീർച്ചയായുമാണ്. പക്ഷേ എന്റെ സിനിമ കാശ് ഉണ്ടാക്കണം, തീർച്ചയായും ഉണ്ടാക്കണം. അതൊരിക്കലും നഷ്ടമാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനുവേണ്ടി എന്തും കാട്ടിക്കൂട്ടാം എന്നുള്ള ചിന്തയുള്ള ആളല്ല. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുമ്പ് സംവിധായകന് നിസ്സഹായമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിലീസിങ്, അതിൻ്റെ തിയേറ്റേഴ്സിൻ്റെ സെലക്ഷൻ, അതിൻ്റെ പ്രൊമോഷൻ, ഇതൊന്നും സംവിധായകൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കത് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. പലപ്പോഴും ശ്യാം പ്രസാദ് ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ടാവും പലർക്കും, പക്ഷെ ഒരു ക്രൗഡ് പുള്ളർ ആവുന്നില്ല എന്ന് തോന്നാറുണ്ട്. അങ്ങേക്കും തോന്നാറുണ്ടോ അത്? തീർച്ചയായും തോന്നാറുണ്ട്. ക്രൗഡ് എത്തുക എന്ന് പറയുന്നത് അത് ബേസിക്കലി അതിൻ്റെ ഒരു പ്രൊമോഷൻ ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്യാം പ്രസാദ് പ്രൊമോട്ട് ചെയ്യാറില്ല ചിത്രങ്ങളെ. വാസ്തവത്തിൽ അത് വളരെ ഒരു അശാസ്ത്രീയമായ ചിന്താഗതിയാണ്. സംവിധായകനല്ല ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ ചാനലുകളിലും റേഡിയോ സ്റ്റേഷനിലും പോയി ഇതിനെ പറ്റി പരസ്യങ്ങൾ പറയേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഹിയർ. ഐ എം ഹിയർ ആൻഡ് ഐ എൻജോയ് ഇറ്റ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ അങ്ങനെയല്ലല്ലോ അത് ചെയ്യേണ്ടത്. ദർ ഷുഡ് ബി എ ക്രിയേറ്റീവ് ആൻഡ് മീനിങ് ഫുൾ ഇഫക്റ്റീവ് വേ ഓഫ് ഡൂയിങ് ദിസ്. അതർവൈസ് ടാറ്റയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ടാറ്റയാണോ എല്ലാ അഡ്വർടൈസ്മെന്റിലും ഒന്ന് പറയുന്നത്? അല്ലല്ലോ. ദർ ഈസ് എ പ്രൊഫഷണൽ സെറ്റപ്പ് ഫോർ ഇറ്റ്. അപ്പോൾ ആ സെറ്റപ്പ് ഇസ് മിസ്സിംഗ് ഇൻ മലയാളം. ആബ്സല്യൂട്ട്ലി. വരുന്നുണ്ട്, അത് ചെറുതായിട്ടെങ്കിലും ആൾക്കാർ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇറ്റ് ഷുഡ് ബി മോർ സ്ട്രീം ലൈൻഡ്, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള സെറ്റപ്പായി മാറട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഞാൻ വിലങ്ങൂരാൻ പോവാണ്. യു ആർ അറസ്റ്റ് ചെയ്തു, ബട്ട് റൈറ്റ് നൗ പരോളിലാണോ? ഐ എം സെറ്റിംഗ് യു ഫ്രീ. ഓ, യു ആർ സെറ്റിംഗ് മീ ഫ്രീ. ഓക്കെ. ടൺ കണക്കിന് ഫൺ ഓഫ് കോഴ്സ്. ക്ലബ് FM സ്റ്റാർ ജാമിൽ 3 hours ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഡയറക്ടർ ശ്യാമപ്രസാദ്. ഗ്രേറ്റ് ഷോ സർ, ഗ്രേറ്റ് ഇന്റർവ്യൂ. Thank you very much. As always, Shan, your questions put me in a spot, and ഞാനും ഒരു I'm also tempted to take your energy. You gave me some fantastic answers. Thank you. And how do you feel? How is Star Jam? Star Jam, as always, is a very energetic experience for me. It's a very heightened, youthful experience. I love it. Which is more difficult, to become an actor or to become an artist? I think acting is a very tough job. Acting is a very tough job. കാരണം ഒരേ സമയം സ്വയം മറക്കുകയും അതേസമയം സ്വയം പൂർണ്ണമായിട്ട് കോൺഷ്യസ് ആയിരിക്കുകയും ചെയ്യേണ്ട ഒരു ജോലിയാണത്. ഓൺ ദ വൺ ഹാൻഡ് യു ഹാവ് ടു ഫൊർഗെറ്റ് ദാറ്റ് യു ആർ ഫഹദ് ഫാസിൽ. അതേസമയം ആസ് ഫഹദ് ഫാസിൽ യു ഹാവ് ടു നോ ദാറ്റ് യു ഹാവ് ടു ഹിറ്റ് ദ മാർക്ക്. അവിടെ പോകണം, തിരിയണം, ഇരിക്കണം, ആ ഡയലോഗ് എത്തിക്കണം, ഇത് ചെയ്യണം, ആൻഡ് ഓൾ ദാറ്റ് കോൺഷ്യസ് ആക്ടിവിറ്റീസ് ദെയർ. സോ ദിസ് ഈസ് എ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള എഫർട്ടാണ്. ഗുഡ് ആക്ടേഴ്സ് ആർ ഡെഫിനറ്റ്ലി ഡിസേർവിംഗ് ദ ക്രെഡിറ്റ് ദാറ്റ് ഗോസ് ടു ദം. ശ്യാം പ്രസാദ് എപ്പോഴും എക്സെൻട്രിസിറ്റിയുടെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്. ഒരു മനുഷ്യനിൽ എക്സെൻട്രിസിറ്റിയെ ഒരുപാട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ എക്സെൻട്രിസിറ്റി? എൻ്റെ എക്സെൻട്രിസിറ്റീസ് എന്താണെന്ന് എനിക്കറിയില്ല. ജീവിതത്തിലെ അബ്നോർമാലിറ്റീസ് ആണല്ലോ കഥകളാവുന്നത്. ഏതെങ്കിലും രീതിയിൽ നോം വിട്ടു പോകുമ്പോഴല്ലേ കഥകൾ തന്നെ ഉണ്ടാവുന്നത്. മകനെ 14 വർഷം കാട്ടിലേക്ക് അയച്ചതുകൊണ്ടാണ് രാമായണം ഉണ്ടായത്. ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ്. അപ്പം അതുകൊണ്ട് അത് എക്സെൻട്രിസിറ്റീസ് എന്നുള്ളത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ ഒരു കലയാക്കി മാറ്റുന്നതാണ് കലാകാരൻ്റെ സ്വഭാവം. ഇറ്റ്സ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു സർ. എന്തായാലും തലക്കകത്ത് ഒരു പുതിയ ടോർച്ച് കത്തിച്ച ഫീലാണ് എനിക്ക്. സിനിമയുടെ ക്യാൻവാസിൽ ശ്യാമപ്രസാദ് എന്ന ആർട്ടിസ്റ്റ് ഇനിയും ചിത്രങ്ങൾ വരയ്ക്കട്ടെ. Thank you so much, Shan. ടൺ കണക്കിന് ഫൺ. Ton കണക്കിന് fun.